ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. വർഷയുടെയും ശ്രീകാന്തിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ നടക്കാൻ പോവാണ്. ഈ സമയത്ത് ശ്രീകാന്ത് വർഷയെ തിരക്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. വർഷയെ കാണാതായതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിയും രേവതിയും ആരെയും അറിയിക്കാതെ തന്നെ വർഷയെ തപ്പി പോകുന്നുണ്ട്. അങ്ങനെ അവർ ചെന്ന് വർഷയുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് വിവരങ്ങൾ അറിഞ്ഞിട്ട് നേരെ ചെല്ലുമ്പോൾ കാണുന്നത് വർഷ ഒരു വക്കീൽ ഓഫീസിൽ ഇരിക്കുകയാണ് കേട്ടോ. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡിവോഴ്സ് വാങ്ങിക്കൊടുക്കുന്ന വക്കീലിൻ്റെ അടുത്താണ് കേട്ടോ വർഷ ഇരിക്കുന്നത്. അങ്ങനെ സച്ചിയും രേവതിയും ചെന്നിട്ട് വർഷയെ കാണുന്നുണ്ട്. അതിനുശേഷം വർഷയെ സമാധാനിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനെല്ലാം നല്ല മനോഹരമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണാൻ ഉള്ള കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ. അതുകൂടാതെ തന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടിയിട്ട് നമ്മുടെ രേവതിക്ക് വലിയൊരു ബമ്പർ സർപ്രൈസ് തന്നെ കൊടുക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. സച്ചിയും രേവതിയും കൂടിയിട്ട് വർഷയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെങ്ങനെയാ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്? നിന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്ന് രേവതി പറയുന്നുണ്ട്. ഈ സമയം വർഷ പറയുന്നുണ്ട്, അതെ ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്ന് രേവതി ചേച്ചിക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തായാലും ഇത് കോർട്ടിലും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വക്കീലാണ്. ഇദ്ദേഹം ഒരു 101 ദമ്പതികൾക്ക് വരെ ഡിവോഴ്സ് വാങ്ങിച്ച് കൊടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്കിനി ശ്രീകാന്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ ഡിവോഴ്സിന് വന്നിരിക്കുക എന്ന് പറയണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആഹാ 101 പേരോ, എങ്കിൽ പിന്നെ അദ്ദേഹം നല്ല വക്കീല് തന്നെയാണെന്നേ. സച്ചിയേട്ടനൊന്നും മിണ്ടാതിരിക്കുമോന്ന് രേവതി ചോദിക്കുന്നുണ്ട്. രേവതി വീണ്ടും വർഷയോട് പറയുന്നുണ്ട്, വർഷേ നീ എന്താ തമാശ കളിക്കുവാണോ? നിന്നെ അന്വേഷിച്ചിട്ട് ശ്രീകാന്ത് ഭയങ്കര വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. രേവതി ചേച്ചി ഒന്ന് പൊക്കെ, എന്നെ കണ്ടില്ലെങ്കിലേ ശ്രീകാന്ത് അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരിക്കും. പിന്നെ എന്തിനാ ഇങ്ങനെ കളവ് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല വർഷേ, ശ്രീകാന്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നിന്റെ ഫോണിൽ രാവിലെ തൊട്ട് അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അതെ അവൻ വിളിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേന്നേ. സച്ചി ചോദിക്കുന്നുണ്ട്, വർഷേ നീ എന്തിനാണ് ശ്രീകാന്തിനെ വെറുതെ വിഷമിപ്പിക്കുന്നത്? അവന് ഒരുപാട് ടെൻഷൻ അടിച്ച് എല്ലാവരുടെയും മുമ്പിൽ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയാണേ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അതെ സച്ചിയേട്ടൻ എന്താ പറയുന്നത്? ഞാനാണോ അവനെ വിഷമിപ്പിച്ചത്? അവനെ റെസ്റ്റോറൻറ്റിൽ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതെന്നറിയാവോ? അവനവിടെ ആ പ്രിയയുടെ കൂടെ ആർത്തുല്ലസിച്ച് ആർമാദിച്ച് നിൽക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോൾ ചെന്ന കാഴ്ചയെ അവൻ അവളെ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണെന്നേ. ഇത് കേൾക്കുമ്പോഴേക്കും വർഷ ഭയങ്കര ടെൻഷനിൽ പറയുകയാണേ. നമ്മുടെ സച്ചിയും രേവതിയും മുഖത്തോട് മുഖം നോക്കിയിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ചിരിക്കുന്നുണ്ട്. ഈ സമയം വർഷ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തിനാ ചിരിക്കുന്നതെന്നേ. സച്ചിയപ്പോൾ പറയുന്നുണ്ട്, അല്ല നീ ഈ പറയുന്നത് കേട്ടാ ആരാ ചിരിക്കാണ്ടിരിക്കുന്നത്? പിന്നെ നിനക്ക് ശ്രീകാന്തിനെ സംശയമാണോ എന്ന് ചോദിക്കുന്നുണ്ടേ. അല്ല അതെ ശ്രീകാന്ത് ആ നിൽക്കുന്ന നിപ്പ് കണ്ടാല് ആരാ സംശയിക്കാതിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് വർഷേ ശ്രീകാന്ത് അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല, അവൻ വെറും പാവമാണെന്ന് പറയുന്നുണ്ട്. അതെ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയനാണല്ലോ, നിങ്ങളെപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. രേവതി ചേച്ചിക്ക് പോലും എൻ്റെ ഫീലിങ്സ് മനസ്സിലാവുന്നില്ലേ എന്ന് പറഞ്ഞ് വർഷ ഇങ്ങനെ രേവതിനെ ഭയങ്കര വിഷമത്തോടു കൂടി നോക്കുന്നുണ്ട്. എൻ്റെ സ്ഥാനത്ത് രേവതി ചേച്ചിയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. രേവതി ചേച്ചി ചെല്ലുന്ന സമയത്ത് ഈ സച്ചിയേട്ടൻ മറ്റൊരു പെണ്ണിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന കണ്ട രേവതി ചേച്ചിക്ക് സഹിക്കുമോന്നേ. അപ്പോഴേക്കും വർഷയുടെ അടുത്തുനിന്ന് രേവതിനെ ഇങ്ങ് നീക്കി നിർത്തിയിട്ട് സച്ചി പറയുന്നുണ്ട്, വർഷേ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കലക്കവെള്ളത്തിൽ കിടക്കുകയാണ്, ഞങ്ങളെയും കൂടി അതിനകത്തേക്ക് പിടിച്ചിടണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടനൊന്നും മിണ്ടാതിരുന്നേ, വർഷേ നീ ആദ്യം ഒന്ന് കൂളായി സമാധാനമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുമെന്ന് പറയുന്നുണ്ട്. സച്ചി വീണ്ടും പറയുന്നുണ്ട്, അല്ലെങ്കിലും വർഷേ
നിന്റെ പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണിത്. ഏതാണെന്ന് പോലും അറിയാതെ ദേഷ്യപ്പെട്ട് പെട്ടെന്ന് അങ്ങ് തീരുമാനങ്ങൾ എടുക്കും. പിന്നീട് അത് കൊണ്ടെത്തിക്കുന്നത് മറ്റൊരു തലത്തിലായിരിക്കും. അല്ല, അതിരിക്കട്ടെ, നീ വക്കീലിനെ കണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക, അതുകൊണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്തേന്ന് പറയുന്നുണ്ടേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഭാഗ്യം, ഞങ്ങൾ ആ 10 മിനിറ്റിനുള്ളിൽ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ ജീവിതം മത്തിന്റെ കഥ തന്നെ മാറിയേനെന്ന് പറയുന്നുണ്ടേ. ഈ സമയം രേവതി പറയുന്നുണ്ട്, പക്ഷേ നീ എടുത്തു ചാടി തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ എന്താണെന്ന് പോലും ഒന്ന് അന്വേഷിക്കരുതായിരുന്നോ? നീ ചെന്നപ്പോ കണ്ടത് പ്രിയനെ എടുത്തുകൊണ്ട് ശ്രീകാന്ത് നിൽക്കുന്നതല്ലേ? അതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങളൊന്നും നീ അറിഞ്ഞില്ലല്ലോ. പ്രിയ ആണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ആ ഫുഡ് എന്തോ തട്ടിമറിഞ്ഞതിനകത്ത് തെന്നി വീണ് കാലുമടിഞ്ഞ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ പ്രിയനെ ഹെൽപ്പ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുകയാണ് ശ്രീകാന്ത് ചെയ്തത്. ഈ സമയം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് എടുത്തുകൊണ്ട് വരുന്ന സമയത്താണ് നീ കണ്ടത്. നിന്നെ എത്ര തവണ വിളിച്ചിട്ട് ശ്രീകാന്ത് കാര്യം പറയാൻ ശ്രമിച്ചെങ്കിലും നീ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കല്ലേ എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ വർഷയ്ക്ക് ആകെ അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. കാരണം ശ്രീകാന്തിനെ സംശയിച്ചല്ലോ എന്നുള്ള ഒരു കുറ്റബോധമൊക്കെ വരുന്നുണ്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, വർഷേ, നീ ശ്രീകാന്തിനെ ശരിക്കും മനസ്സിലാക്കിയില്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്കും വിഷമമുണ്ട്. അവൻ ഇന്നേ വരെ ഞങ്ങളുടെ വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളുണ്ടാക്കുകയോ ആരെയും വിഷമിപ്പിക്കുകയോ പോലും ചെയ്തിട്ടില്ല. ഞാനോ ആ ഓടിപ്പോയവനോ കാരണം വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ശ്രീകാന്ത് അങ്ങനെയല്ല. ആകെപ്പാടെ അച്ഛനോട് പറയാതെ അവൻ വീട്ടിൽ ചെയ്തെന്ന് പറഞ്ഞ ഒരു കാര്യം അത് നിന്നെ സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് വന്നത് മാത്രമാണ്. അത് മാത്രം ചിന്തിച്ചാൽ പോരെ അവൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അത് എന്നിട്ട് പോലും നീ അവനെ സംശയിച്ചില്ലെന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പോഴേക്ക് രേവതിയും പറയുന്നുണ്ട്, അതേ വർഷേ, അവിടെ നടന്ന കാര്യങ്ങൾ നീ കണ്ടത് വെച്ചിട്ട് ഏതൊരു പെണ്ണിനും സംശയം തോന്നാം. എന്നാൽ അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നതെന്നോ അതിന് പിന്നിൽ എന്താണെന്നോ പോലും അറിയാതെ നീ ഡിവോഴ്സിനോടി വന്നത് ഒട്ടും ശരിയല്ലെന്ന് രേവതിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി, ഈ പറയുന്നതൊക്കെ സത്യമാണോന്നേ? അതേ വർഷേ, ഇതാണ് സത്യം എന്നും പറഞ്ഞിട്ട് രേവതി കാര്യങ്ങളെല്ലാം വർഷയെ മനസ്സിലാക്കിക്കുന്നുണ്ട്. വീണ്ടും രേവതി പറയുന്നുണ്ട്, വർഷേ, ശ്രീകാന്ത് നിന്നെ അന്വേഷിച്ചിറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഫംഗ്ഷന് ക്ഷണിച്ചവരെല്ലാം അവിടെ വന്ന് വെയിറ്റ് ചെയ്യുമല്ലോ, നിങ്ങളെ രണ്ടുപേരെയും കണ്ടില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ എന്ന് കരുതിയാണ് ശ്രീകാന്തിനെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പൊ തന്നെ ശ്രീകാന്ത് ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുകയാണെന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്ക് വർഷയ്ക്ക് അങ്ങ് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. അയ്യോ, ശ്രീകാന്തിനെ ഞാൻ ഒന്നും അറിയാതെ വിഷമിപ്പിച്ചല്ലോ. എന്നാലും ശ്രീകാന്തിന് ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ വർഷയും പറയുന്നുണ്ട്. സച്ചിയപ്പോൾ പറയുന്നുണ്ട്, അല്ല, നിങ്ങൾ പെണ്ണുങ്ങൾ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാ, എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കും. ഞങ്ങൾ ആണുങ്ങൾക്ക് പറയാൻ എപ്പോഴെങ്കിലും ഒരവസരം തരണ്ടേന്നൊക്കെ പറയുന്നുണ്ട്. രേവതി അപ്പം ചോദിക്കുന്നുണ്ട്, വർഷേ, നിനക്കപ്പോൾ ശ്രീകാന്തിനെ സംശയമായിരുന്നോന്നേ? ഏയ്, ഒരിക്കലും ഇല്ല രേവതി ചേച്ചി. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകാന്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പോൾ എനിക്ക് വന്ന ദേഷ്യത്തിന് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. രേവതി ചേച്ചിയും സച്ചിയേട്ടനും കറക്റ്റ് ടൈമിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങളുടെ ഡിവോഴ്സ് നടന്നതിന് വർഷ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്തായാലും അവൻ അവിടെ വിഷമിച്ചിരിക്കുകയായിരിക്കും, ഞാൻ ഇപ്പം തന്നെ വിളിച്ച് പറയട്ടേന്നേ. ഏയ് സച്ചിയേട്ടാ, ഇപ്പം പറയണ്ട, അവൻ ഇത്രയും നേരം ടെൻഷൻ അടിച്ചതല്ലേ, കുറച്ച് നേരം കൂടി അങ്ങനെ ടെൻഷൻ അടിച്ച് വെയിറ്റ് ചെയ്യട്ടെ, ഞാൻ അവിടെ നേരിട്ട് ചെല്ലാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അല്ലെങ്കിലും നിങ്ങൾക്കിങ്ങനെ ഭർത്താക്കന്മാർ ടെൻഷൻ അടിച്ച് കാത്തിരിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നേ. അല്ല, ഇത് കുറച്ച് നേരം കൂടി. അപ്പോഴേക്ക് രേവതിയും പറയുന്നുണ്ട്, അതെ സച്ചിയേട്ടാ, നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലുകയല്ലേ, അപ്പോൾ വർഷയെ കാണുമ്പോൾ തന്നെ ശ്രീകാന്തിനും ഒരുപാട് സന്തോഷമാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ച് പറയുന്നില്ല. അങ്ങനെ അവർ 3 പേരും കൂടി ഫംഗ്ഷൻ നടക്കുന്ന ഹോളിലേക്ക് പെട്ടെന്ന് തന്നെ പോകാൻ റെഡിയാകാണ് കേട്ടോ. അപ്പോഴേക്ക് വർഷ പറയുന്നുണ്ട്, അതെ, ഞാൻ ഇന്ന് ഫംഗ്ഷൻ ഇടാനുള്ള കോസ്റ്റ്യൂംസ് എല്ലാം റെഡിയാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. വന്ന ദേഷ്യത്തിന് ഞാൻ അതൊന്നും വാങ്ങിയില്ല, അതുകൂടി വാങ്ങിയിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് വർഷ സച്ചിയോടും രേവതിയോടും പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ഹോളിലാണെങ്കിൽ എല്ലാവർക്കും ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം വർഷ വന്നിട്ടില്ല, ഫംഗ്ഷൻസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ രവിയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ദേ ശ്രീകാന്തെ, നീ ഫംഗ്ഷൻ ആരംഭിക്കുന്നുണ്ടോ ഇല്ലയോ? വർഷ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛാ, ഇപ്പോൾ വരും, അവൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണേ. എപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്,
അതെന്താടാ അവർ വലിയ അന്യഗ്രഹത്തിൽ നിന്നുമാണോ വരുന്നതെന്നേ? ഇത് വീണ്ടും രവി ചോദിക്കുന്നുണ്ട്. നീ സത്യം പറ, അവള് വരുമോ ഇല്ലയോന്നേ? അച്ഛനെന്താ ഇങ്ങനെ പറയുന്നേ? അവൾ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇങ്ങനെ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവര് മാറി നിന്ന് സംസാരിക്കുന്ന കാണുമ്പോഴേക്കും വർഷയുടെ അച്ഛൻ മധുസൂദനൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തേ, വർഷ എവിടെ? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളെ മാരേജ് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യുമ്പോൾ അവളല്ലേ ആദ്യം ഇവിടെ ഉണ്ടാവേണ്ടത്? എന്താ പ്രശ്നം എന്നൊക്കെ മധുസൂദനൻ ചോദിച്ചിട്ട് ശ്രീകാന്തിനോടും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ ചന്ദ്രമതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. വർഷ എന്താണ് വരാത്തത്? ശ്രീകാന്തിന്റെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അല്ല ഞാനും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ശ്രീകാന്തിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രീകാന്തിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, വർഷ എവിടെയാണെന്ന് അറിയത്തുമില്ലല്ലോ എന്നേ. എന്നാൽ ചന്ദ്ര പറയുന്നുണ്ട്, അതെ, ഈ പണം കൂടിയുകൊണ്ട് അഹങ്കരിക്കുന്നവളുമാരുടെയൊക്കെ പ്രശ്നം ഇതാണ്. അവനാണെങ്കിൽ അവളെ ഒന്നും പറയത്തുകൂടിയില്ല. ഇനിയിപ്പോ എന്താ വരുന്നതെന്ന് വെച്ചാൽ അനുഭവിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ, എല്ലാവരെയും ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു ബിസിനസ് മാനാണ്, എൻ്റെ ടൈമിന് വാല്യൂ ഉണ്ടെന്നൊക്കെ പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്തിന് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അതെ, സുധിയേട്ടൻ കുറേ നേരമായല്ലോ, സുധിയേട്ടൻ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെയിറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ സുധിയേട്ടൻ പോകാൻ നോക്കാന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ മഹിമയും വന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തെ, എന്താ ഇവിടെ നടക്കുന്നത്? വർഷ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, എൻ്റെ മോളെവിടെ? മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോ, അവൾ വരുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ട് മധുസൂദനനും ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ മഹിമ പറയുന്നുണ്ട്, ശ്രീകാന്തെ, എന്തായാലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാധാരണയായിട്ട് അവള് വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവള് പിണങ്ങി പോകാറ് പതിവുള്ളതാണ്. പണ്ട് അവളുടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ വെച്ച സമയത്ത് അവളുടെ അച്ഛനുമായിട്ട് എന്തോ ഒരു നിസ്സാര പ്രോബ്ലം ഉണ്ടായിട്ട് അവള് ആ ഫംഗ്ഷന് വന്നുകൂടിയില്ല എന്ന് പറയുന്നുണ്ട്. ഇതോടെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്തിന് ഒന്നുകൂടി അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. ഇല്ല ആൻറ്റി, പ്രശ്നങ്ങളൊന്നുമില്ല, അവൾ ഇപ്പോൾ എത്തിക്കോളൂ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും കാണാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ശ്രീകാന്തിന്റെ നേരെ ഇങ്ങനെ വന്ന് മാറി മാറി ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വർഷം ഇവിടെ എന്തുകൊണ്ടാണ് വരാത്തെ എന്നാന്നൊക്കെ ചോദിച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ ശ്രീകാന്തിന് ആകെ അങ്ങ് ടെൻഷനായിട്ട് ആരോടും മറുപടി പറയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ വർഷ അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. വർഷയാണെങ്കിൽ നല്ല സുന്ദരിയായിട്ടാണ് കയറി വരുന്നത്. വർഷയുടെ വരവ് തന്നെ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ശ്രീകാന്തിനൊരു സമാധാനവും ആവുന്നുണ്ട്. ഈ സമയം രവിയും എല്ലാവരും കൂടിയിട്ട് വന്ന്, ശരി, വർഷം എത്തിയല്ലോ, ഇനി നമുക്ക് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം, എല്ലാവരും കയറിയിരിക്കുന്നും പറഞ്ഞിട്ട് എല്ലാവരെയും ഇരുത്തുകയൊക്കെയാണ് കേട്ടോ. അപ്പോഴേക്ക് വർഷ വന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ടെൻഷനായി പോയോന്നേ? ഏയ്, ടെൻഷനോ? എൻ്റെ ഹാർട്ട് ഇങ്ങനെ പടപടാന്ന് ഇടിക്കുമായിരുന്നു. എന്നാൽ നിന്നെ കണ്ട ആ ഒറ്റ നിമിഷം ഇങ്ങനെ കൂളായിട്ട് പോയെന്ന് പറയാനേ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഭയങ്കര റൊമാൻസിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അതെ, എന്താ ഇപ്പോൾ റൊമാൻസിനൊന്നും സമയമില്ല, എല്ലാവരും വെയിറ്റ് ചെയ്യാണ്, പെട്ടെന്ന് നിങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് വരാൻ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ വർഷയും ശ്രീകാന്തും ചെന്നിട്ട് എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ശ്രീകാന്ത് ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് ഒരു ക്ഷമാപണമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ശ്രീകാന്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഈ വിവാഹ വാർഷികമാണ്. വർഷയെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് തൊട്ട് പിന്നീട് വർഷയെക്കുറിച്ചിട്ടും നമ്മുടെ സച്ചിയേൻ രേവതിയെക്കുറിച്ചിട്ടും ഒക്കെ പുകഴ്ത്തി അങ്ങ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. സച്ചിയേട്ടനും രേവതി ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞങ്ങളിവിടെ ഒരുമിച്ച് നിൽക്കുമായിരുന്നോ എന്ന് പോലും അറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് സച്ചിയേട്ടനും രേവതി ചേച്ചിയുമാണ്. ഇന്ന് ഈ ഫംഗ്ഷൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയതും അവർ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ പുകഴ്ത്തുന്നുണ്ട്. എന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞങ്ങളൊരു ബെസ്റ്റ് കപ്പിൾ അവാർഡ് വിന്നിങ് ഷോയിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഞങ്ങൾ വിന്നറൊന്നും ആയില്ലെങ്കിലും അവിടുത്തെ ജഡ്ജസ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് നിങ്ങൾ എപ്പോഴും ലവേഴ്സ് ആണെന്നാണ്. അതെ, അതുപോലെ തന്നെ ഇരിക്കാനാണ് ഞങ്ങൾക്കും ഇഷ്ടം.
എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് സംസാരിക്കുന്നുണ്ട് വർഷയെക്കുറിച്ചിട്ടും നന്നായിട്ട്. അങ്ങനെ വർഷയും മയക്കും മേടിച്ചിട്ട് സംസാരിക്കുന്നത് മുഴുവൻ നമ്മുടെ രേവതിനെയും സച്ചിയെയും കുറിച്ചിട്ടാണ് കേട്ടോ. സച്ചി ആദ്യം കണ്ടപ്പോഴൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ പിന്നെയാണ് സച്ചിയേട്ടനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയത്. ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ലെങ്കിലും നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ആളാണ്. രേവതി ചേച്ചിയെ നന്നായിട്ട് നോക്കുന്നുണ്ട്. രേവതി ചേച്ചി എനിക്ക് ഒരു സ്വന്തം സിസ്റ്ററിനെ പോലെയാണ്. ലവ് യു രേവതി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെയും സച്ചിനെയും ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ. ഇതൊന്നും നമ്മുടെ മഹിമയ്ക്കും മധുസൂദനനും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഒന്നും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ ശ്രീകാന്തും എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ലവേഴ്സായിട്ട് തന്നെ ഇരിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വർഷ പിന്നീടായിട്ട് ചന്ദ്രമതിയെയും രവിയെക്കുറിച്ചിട്ടും ഒക്കെ നന്നായിട്ട് പറയുന്നുണ്ട്. അങ്കിൾ എനിക്ക് സ്വന്തം ഒരു അച്ഛനെ പോലെയാണ്. ആൻറ്റി എനിക്കൊരു സമയം പോകാനായിട്ട് ഒരു എൻ്റർടൈനറാണ്. അതുപോലെ ശ്രുതി ചേച്ചിയും ശ്രുതി ചേട്ടനും ഇവിടെ വന്ന് എല്ലാവർക്കും താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകാന്തും എല്ലാവർക്കും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷമായിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇന്ന് വർഷയുടെ ആഗ്രഹം പോലെ വർഷയുടെ ഇഷ്ടത്തിനാണ് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വർഷയ്ക്ക് ഇഷ്ടമുള്ള പാട്ടുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഒരാളെ കൊണ്ട് ശ്രീകാന്ത് പാട്ടൊക്കെ പാടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സച്ചിൻ രേവതിയും മാറിയിരുന്നിങ്ങനെ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്തേക്ക് മഹിമയും മധുസൂദനനും കൂടി ഇങ്ങനെ സന്തോഷത്തോടു കൂടി വരുന്നുണ്ട്. എന്താ സച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുകയാണേ. കഴിച്ചുകൊണ്ടിരുന്ന കേക്ക് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് സച്ചി പറയുന്നുണ്ട്, അയ്യോ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് പോന്നു, വളരെ ഹാപ്പി ആയിട്ട് പോന്നു. ഇന്ന് ദേ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ളവരൊക്കെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. നിങ്ങളിനി എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം തന്നെ ഈ കേക്കും കഴിച്ചിട്ട് ഞങ്ങൾ പോകും. നിങ്ങൾ ശ്രീകാന്തനും വർഷയ്ക്കും ആശംസകളൊക്കെ നേർന്നിട്ട് പോവാൻ നോക്ക്. ശരി, നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവരുടെ അടുത്ത് നിന്ന് അങ്ങ് മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് എത്തിയിട്ടോ. ശ്രീകാന്തും വർഷയും പുറകെ വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ വന്നോളാന്നും പറഞ്ഞിട്ട് എല്ലാവരെയും അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം വീട്ടിലെത്തിയതേ നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ രേവതി എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ട് താന്നും പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിക്ക് ഭയങ്കര കാലുവേദനയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാല് തിരുമ്മിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ സമയം വർഷയും ശ്രീകാന്തും കൂടിയിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, എന്തായാലും ഇന്നത്തെ ആനിവേഴ്സറിയും നല്ല രീതിയിൽ നടന്നു. നമ്മുടെ 3 മക്കളുടെയും വിവാഹം നടന്നു. 3 പേരുടെയും ആനിവേഴ്സറിയും നല്ല രീതിയിൽ ആഘോഷിച്ചു. ഇനി ഇവര് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അച്ചമ്മയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അച്ചമ്മയും പറയുന്നുണ്ട്, അതെ അതെ, ഇനിയിപ്പോൾ ഇവർക്ക് ഓരോ കുഞ്ഞുങ്ങളെയും കൂടെ കിട്ടിയാൽ ഞാൻ ഹാപ്പി ആവുമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ, ഈ ഫംഗ്ഷൻ എപ്പോഴേ കഴിയേണ്ടതായിരുന്നു. ഈ വർഷം ഒറ്റ ഒരാൾ കാരണമാണെന്നേ. അപ്പോഴേക്കും വർഷം അത് പിന്നെയെന്ന് പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ സച്ചി ഇടയിൽ കയറി പറയുന്നുണ്ട്, അതെ, ജോലി എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലോ. അപ്പോൾ ആ ജോലി തിരക്ക് കൊണ്ടല്ലേ ഇത്തിരി താമസിച്ചേ, അതൊന്നും സാരമില്ല എന്നും പറഞ്ഞിട്ട് സച്ചി ഇടയിൽ കയറുന്നുണ്ട്. അപ്പോഴേക്കും വർഷ പതുക്കെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ഭാഗ്യം സച്ചിയേട്ടൻ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞേനേനെ. അങ്ങനെ ശ്രുതിയും കൂടെ നല്ല ടയേർഡായിട്ടുണ്ട്, കിടക്കാൻ പോവാന്നും പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, എല്ലാവരും ഒരു 5 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യണമെന്നേ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ വർഷയെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ഈ സമയം വർഷയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ബോക്സുമായിട്ടാണ് വരുന്നത്. നേരെ ചെന്നിട്ട് നമ്മുടെ രേവതിക്ക് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി ഇരിക്കുന്നുണ്ട്, എന്താ വർഷ ഇത്? ആനിവേഴ്സറി ആയിട്ട് ഞാനല്ലേ എല്ലാവരും നിങ്ങൾക്കല്ലേ ഗിഫ്റ്റ് തരുന്നത്, ഇതെന്താണെന്നേ? അത് രേവതി ചേച്ചി ഒന്ന് പൊട്ടിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് സച്ചിയേട്ടാ ഇതൊന്ന് പൊട്ടിച്ചെന്നും പറഞ്ഞിട്ട് രേവതിയും സച്ചിയും കൂടി അത് ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് മറ്റൊന്നുമില്ല, നല്ലൊരു സ്മാർട്ട് ഫോണാണ്. അപ്പോഴേക്കും രേവതി ഇരിക്കുന്നുണ്ട്, എന്താ വർഷ ഇത്? എനിക്കെന്തിനാ ഇപ്പോൾ ഈ ഫോണെന്നേ? എന്നാൽ വർഷ പറയുന്നുണ്ട്, അതെ, ഞങ്ങളുടെ ഈ ഫംഗ്ഷനൊന്ന് ഇത്ര മനോഹരമായിട്ട് നടക്കാൻ പോലും കാരണക്കാരി രേവതി ചേച്ചിയല്ലേ, അതുകൊണ്ടാണ് രേവതി ചേച്ചിക്ക് ഈ ഗിഫ്റ്റ് മേടിച്ചതെന്ന് പറയുന്നുണ്ട്.
ഈ സമയം ശ്രുതി ചോദിക്കുന്നുണ്ട്, ഈ ഫംഗ്ഷൻ നടക്കാൻ കാരണം രേവതിയാണെന്നോ? ഇതിനിടയിൽ കയറിയിട്ട് സച്ചി വീണ്ടും പ്രശ്നങ്ങളൊന്നും ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അല്ല, സ്റ്റേജിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തത് രേവതിയാണല്ലോ, അതുകൊണ്ടാണ് വർഷ അങ്ങനെ പറഞ്ഞതെന്നേ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവക്കെന്തിനാ ഇത്രയും വലിയ ഫോണ്? ഈ പൂ കെട്ടുന്നവക്ക് അതൊന്നും ഉപയോഗിക്കാൻ പോലും അറിയില്ല. എന്തായാലും അത് എനിക്കിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. നാണമുണ്ടോ ആൻറ്റിക്ക്? ഇത് ഞാൻ രേവതി ചേച്ചിക്ക് മേടിച്ച ഗിഫ്റ്റാണ്. പിന്നെ ഒരാൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത് അയാളുടെ മനസ്സിൻ്റെ വാല്യൂ കൊണ്ടാണ്. അത് രേവതി ചേച്ചിയുടെ മനസ്സിൻ്റെ നന്മ അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു ഡയമണ്ട് കൊടുത്താൽ പോലും മതിയാവില്ല. എന്നാൽ ഞങ്ങളെക്കൊണ്ട് ഇപ്പോൾ കഴിയുന്നത് ഇതാണ്. അതുകൊണ്ടാണ് രേവതി ചേച്ചിക്ക് സ്മാർട്ട് ഫോൺ മേടിച്ചത്. പിന്നെ രേവതി ചേച്ചിക്ക് ഈ ഫോണിൽ ഇനിയിപ്പോൾ ബിസിനസ് കാര്യങ്ങളും ഒക്കെ നടത്താൻ കഴിയുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്ക് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അതെന്താ ഇവളിനി പൂ അളക്കുന്നതൊക്കെ ഫോൺ വെച്ചിട്ടാണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പുച്ഛത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം രവിയാണെങ്കിൽ ചന്ദ്രയെന്ന് വിളിച്ചിട്ട് ഒരു നോട്ടം അങ്ങ് നോക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നാൽ ശ്രുതിയാണെങ്കിൽ ശ്രുതിയോടിങ്ങനെ പെറുപെറുക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇവളാണെങ്കിൽ അവർക്കൊരു ബൊക്കെയാണ് സമ്മാനമായിട്ട് കൊടുത്തത്. നമ്മളൊരു ഗോൾഡ് റിംഗ് ആണ് കൊടുത്തത്. എന്നിട്ട് പോലും അവൾ കാണിക്കുന്ന കണ്ടില്ലേന്നേ. എന്ത് ചെയ്യാനാ ശ്രുതി? എനിക്കിങ്ങനെ മറ്റുള്ളവരെ പോലെ അഭിനയിക്കാനൊന്നും അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എന്താന്ന് ചോദിച്ചിട്ട് ശ്രുതിയും കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങ് കയറി പോവുകയാണ്. എന്നാൽ രേവതി പറയുന്നുണ്ട്, അയ്യോ വർഷേ, ഞാൻ അതൊന്നും മനസ്സിൽ വെച്ചിട്ട് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം, അതാണ് ഞങ്ങൾക്കും സന്തോഷം. അല്ലാതെ ഇതൊന്നും ഉപയോഗിക്കാൻ പോലും എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, എന്തായാലും ഇവക്ക് ഒരു സ്മാർട്ട് ഫോൺ ആവശ്യമാണെന്നുള്ളത് എനിക്കറിയായിരുന്നു. എന്നാലും ഞാനത് വാങ്ങിക്കൊടുക്കാവുന്നതിനെ കുറിച്ചൊന്നും ചിന്തിച്ചു പോലുമില്ല. എന്നാൽ നിങ്ങളത് കറക്റ്റ് സമയത്ത് അറിഞ്ഞു ചെയ്തു. അപ്പോഴേക്ക് വർഷ പറയുന്നുണ്ട്, അതെ, രേവതി ചേച്ചിക്ക് ഇനി ഓൺലൈനായിട്ടൊക്കെ ബിസിനസ്സുകളൊക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ അച്ഛമ്മയ്ക്കും രവിക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല സന്തോഷമുള്ളൊരു എപ്പിസോഡായിട്ടാണ് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.